വീട്ടിലേക്ക് പണം വരുന്നതും പണം ചിലവാക്കുന്നതും ഒക്കെ വാസ്തുപരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വാസ്തുപരമായിട്ട് കൃത്യമായി വീട് വെച്ചാൽ വീട്ടിലേക്ക് സമ്പത്ത് ഒഴുകിയും എത്തുമോ, വീട്ടിൽ സമ്പത്ത് നിൽക്കുമോ? എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ പൈസ നിൽക്കുന്നില്ല. പൈസ നിൽക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? വാസ്തു എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ശരിക്കും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. എപ്പോഴും വാസ്തുവിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വാസ്തു ആയിട്ട് വന്ന കാലഘട്ടം മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ഈ വീട്ടിൽ ധനം നിൽക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം? ധനം നിൽക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധനവരവുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ധനവരവുണ്ടെങ്കിൽ ധനം നിൽക്കാത്ത അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കുക. കോമൺ മിസ്റ്റേക്സ്, അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ, നമ്മൾ എന്ത് തെറ്റൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവുണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ വാസ്തു നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യമാണ്. കാര്യം ഒരുപാട് അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റുന്ന ഒരുപാട് പേര് അനുഭവിക്കുന്ന ചില ഒരു മാനസിക പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് വാസ്തു പ്രകാരമാണോ ഇത് നോക്കാൻ പറ്റുമോ? വാസ്തുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ നോക്കണോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കണോ? വാസ്തു കാരണം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിന് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുമോ, ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാവും? ഇങ്ങനെയൊക്കെ ഇതൊക്കെ കോമൺ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഫിലോസഫി? എന്താണ് അതിൻ്റെ ദർശനം? മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് വാസ്തുശാസ്ത്രത്തിനുള്ള വ്യത്യാസം എന്താണ്? ഈ വാസ്തുശാസ്ത്രവും മോഡേൺ ആർക്കിടെക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്കാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കെട്ടിടങ്ങളിലേക്കും പഴയ നിർമ്മിതികളിലേക്കൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ക്ഷേത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും വളരെ സ്റ്റേബിളായിട്ട്, എത്ര പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വളരെ സ്റ്റേബിളായിട്ട് ഇപ്പോഴും പഴയ സ്ട്രക്ചേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് സൈഡിൽ അന്ന് ആന്തരികമായ അന്വേഷണത്തിലൂടെ ആചാര്യന്മാർ പല കാര്യങ്ങളും നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഭാരതത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ മാത്രം പറയുന്ന ഒരു സംഗതിയായിട്ട് മാത്രം നിങ്ങൾ നോക്കി കാണാൻ പാടില്ല. നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ പോഡ്കാസ്റ്റ് സീരീസ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു വേദിയാണിത്. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളെ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് നിങ്ങൾ താഴെ ഇടുക. ഇന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഫിലോസഫി? എന്താണ് അതിൻ്റെ ദർശനം? മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് വാസ്തുശാസ്ത്രത്തിനുള്ള വ്യത്യാസം എന്താണ്? നമസ്കാരം. വാസ്തു ദർശനം എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, വാസ്തുവും മോഡേൺ ആർക്കിടെക്ചറുമുള്ള വ്യത്യാസമാണ് ചോദ്യം. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എല്ലാ കാലവും മനുഷ്യൻ സ്വന്തം പാർപ്പിടം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്ന കാലം മുതൽ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള, വളരെ ആർട്ടിസ്റ്റിക്കായിട്ട്, അല്ലെങ്കിൽ കാണാൻ കണ്ണിന് അപ്പീലിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് കെട്ടുക എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളിൽ പണ്ടൊക്കെ ആ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാസ്തുശാസ്ത്രം മോഡേൺ ആർക്കിടെക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്കാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ വീക്ക് അല്ല. ഇത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ആർക്കിടെക്ചറൽ സയൻസ് തന്നെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഒരു കാലഘട്ടത്തിൻ്റെ ശാസ്ത്രമാണ് ആർക്കിടെക്ചർ. നമ്മൾ പാർപ്പിടം എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ അന്ന് നമ്മുടെ ആചാര്യന്മാരുണ്ടാക്കിയ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കെട്ടിടങ്ങളിലേക്കും പഴയ നിർമ്മിതികളിലേക്കൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും വളരെ സ്റ്റേബിളായിട്ട്, എത്ര പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വളരെ സ്റ്റേബിളായിട്ട് ഇപ്പോഴും പഴയ സ്ട്രക്ചേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് സൈഡിൽ നമ്മളിപ്പോൾ ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ആർജിക്കുന്ന നോളജിന് പോലെ തന്നെ അന്ന് ആന്തരികമായ അന്വേഷണത്തിലൂടെ ആചാര്യന്മാർ പല കാര്യങ്ങളും നേടിയിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അത് ഭാരതത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മളത് മനസ്സിലാക്കണം ആദ്യം. വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ മാത്രം പറയുന്ന ഒരു സംഗതിയായിട്ട് മാത്രം നിങ്ങൾ നോക്കി കാണാൻ പാടില്ല. കാര്യം വാസ്തുശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നാച്ചുറൽ എലിമെൻസുമായിട്ട് സ്ട്രക്ചറിനെ സമരസപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഹാർമണൈസ് ചെയ്യുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മ്യൂസിക്കൽ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമണൈസ് ചെയ്യുക എന്ന് പറയാം. അത്തരം ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്താണ്. ഇപ്പോഴത്തെ ആർക്കിടെക്ചറിൽ നമ്മളൊരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ എലിമെൻ്റ് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാര്യം മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത് ഇപ്പോൾ കൂടുതലും ഫങ്ഷണാലിറ്റിക്കും ടെക്നോളജിക്കും അല്ലെങ്കിൽ ഈസ്തെറ്റിക്സിനും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്പിരിച്വൽ എലിമെൻ്റ് അവിടെ മിസ്സിങ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസ്റ്റിക് ലൈഫും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ അറിയാം, വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവുന്നത്? സ്പിരിച്വലി സ്ട്രോങ് ആകുമ്പോഴാണ്. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ ബ്ലെസ് ചെയ്തെന്ന ഭാരതീയ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വളരെ പ്രായോഗികമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിപ്പം പലരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഉന്നതി എന്ന് പറയുന്നത് ഭാരതം ആത്മീയതയിലൂടെയാണ് ഇപ്പോൾ കുതിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് വേണ്ടത്? ഇപ്പം നമ്മളിപ്പോൾ ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വേദങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിലനിന്ന് പോകുമ്പോഴും എങ്ങനെ നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവണം, നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്താണ്, അതെന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് അത്തരം സയൻസുകൾ നമ്മൾ അത്തരം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് വരുന്ന എപ്പിസോഡിലേക്ക് അത് പറയാം. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് വാസ്തുശാസ്ത്രവും മോഡേൺ ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഈ ചോദ്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ സയൻസ് തന്നെയാണ്. അതിലേക്ക് സ്പിരിച്വാലിറ്റിയുടെ എലിമെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പഞ്ചഭൂതാത്മകമാണ് അത്. കാര്യം പഞ്ചഭൂതങ്ങളെ കൃത്യമായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യണം. 8 കാർഡിനൽ ഡയറക്ഷൻസ് നമ്മളെപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. 8 കാർഡിനൽ ഡയറക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക്, ഇങ്ങനെ 8 കാർഡിനൽ ഡയറക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് പഞ്ചഭൂതങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. പഞ്ചഭൂതങ്ങളെ എങ്ങനെ കൃത്യമായ ഒരു സ്ട്രക്ചറിനുള്ളിൽ ബാലൻസ് ചെയ്യാൻ പറ്റും, ഇതാണ് വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ സമൃദ്ധിയുടെ എലിമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ എബ്രഹാം മാസ്ലോൻ്റെ ഹിറാർക്കിൽ നീഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്താണ് ആത്യന്തികമായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം ആ നീഡുകളിൽ സോഷ്യൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, ഇങ്ങനെ കുറേ നീഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത്തരം മാനേജ്മെൻറ്റ് തിയറികളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യന് പ്രാഥമികമായിട്ട് വേണ്ടത് സേഫ്റ്റി, സെക്യൂരിറ്റി, പിന്നെ ഹാപ്പിനെസ്, ഇങ്ങനെയുള്ള അവന് വേണ്ടത് എന്താണോ അത് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതും, ഈ പഞ്ചഭൂതങ്ങളെ എങ്ങനെ ഒരു സ്ട്രക്ചറിനുള്ളിൽ ബാലൻസ് ചെയ്ത് അവരെ ഇപ്പോൾ ഒരാൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക. ഒരാൾക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്നില്ലല്ല, ഈ എനർജി എന്നുള്ള ഇതിൽ ഇപ്പോൾ ഫയർ എനർജിക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ എനർജിക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെ ഈ സിഗ്നിഫിക്കൻസിനെ ബേസ് ചെയ്ത് ഒരു സ്ട്രക്ചറിലേക്ക് ആ എനർജി സെൻറ്റേഴ്സിനെ കൃത്യമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. അപ്പോൾ അതിന് വാസ്തുശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് സങ്കേതങ്ങളുണ്ട്. ഇപ്പം ജിയോമെട്രി ആയാലും ശരി, പ്രൊപ്പോർഷൻസ് ആയാലും ശരി, പൊസിഷൻസ് ആയാലും ശരി, സണ്ണിൻ്റെ പൊസിഷൻ വീടുമായി എങ്ങനെ മെർജ് ചെയ്യുന്നത്, സണ്ണാണ് നമുക്ക് റെഫറൻസ് എപ്പോഴും. അപ്പോൾ അതെങ്ങനെ പോകുന്നു, ഇതെല്ലാം വാസ്തുശാസ്ത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വാസ്തു പഠിക്കുമ്പോഴാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാവുന്നത്. ഇനി മോഡേൺ ആർക്കിടെക്ചർ ഒരിക്കലും വീക്കാണെന്നോ, ഞാൻ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് നിലനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേൺ ആർക്കിടെക്ചറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെർജ് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ പുതിയതിനെ തള്ളി പഴയതിലേക്ക് പോകണം എന്നുള്ളതല്ല അഭിപ്രായം. പഴയതിൻ്റെ ആ സത്തയെ ഉൾക്കൊണ്ട് പുതിയതിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഭയം എന്നുള്ള എലിമെൻറ്റിനെ മാത്രം നോക്കി കണ്ടാൽ പോരാ. വാസ്തുശാസ്ത്രത്തിൽ എന്തുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാൽ
അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ പലയിടത്ത് പോയി കൺസൾട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നം ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രശ്നമൊന്നുമില്ലേ ഒന്നുകൂടെ നോക്കൂ, ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം പറയൂ എന്ന് പറയുന്ന നിലപാടുകളിലേക്ക് ആൾക്കാർ പോകുന്നതാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഭയത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് നോക്കിക്കാണാനാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് ഒരുപാട് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ അസ്ട്രോളജി ആയാലും ശരി, അതുപോലെ തന്നെ പൂജാ കാര്യങ്ങൾ, തന്ത്രം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാര്യം ഇതെല്ലാം നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള നമ്മുടെ സയൻസാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഉത്ഭവിച്ചിട്ട് വന്ന വലിയ വലിയ തത്വങ്ങളാണ്. ഇതിലേക്ക് എല്ലാത്തിൻ്റെയും ഷെയ്ഡുകൾ, ഈവൻ മ്യൂസിക്കിൻ്റെ എലിമെൻറ്റ്സ് പോലും ഇതിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മ്യൂസിക്കിൻ്റെ എലിമെൻറ്റ്സ്, ആർക്കിടെക്ചർ, ആർട്ട്, വരയുടെ എലിമെൻറ്റ്സ്, അത് ഈ പറഞ്ഞ സിമെട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ജോമെട്രിക്കലായിട്ടും, അല്ലെങ്കിൽ ഈ നമ്മളീ പറയില്ലേ, ഒരു കാണാൻ കണ്ണിന് അപ്പീലിങ് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്, എസ്തെറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വേറൊരു വലിയ മേഖലയാണ്. കാര്യം നമ്മുടെ ഉള്ളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സൗന്ദര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉള്ളിന് ചേഞ്ച്, നമ്മുടെ ഉള്ളിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ അയ്യോ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മളൊരു സ്ട്രക്ചറിനെ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നാലോ, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നാലോ ഒക്കെ ആ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, അത് നമുക്കൊരു ഹിഡൻ സെൻസാണ്. ആ സെൻസ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആർക്കിപ്പോൾ ഒരു വീട് കണ്ടാൽ നമുക്ക് അതങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ ചില വീടുകൾ, ഇപ്പോൾ കണ്ടംപററി മോഡൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ചില ബോക്സുകളും അതുമൊക്കെ അടിച്ച് വെച്ച്, പ്രൊജക്ഷനൊക്കെ അടിച്ച് വെച്ച്, വെള്ളം വീട്ടിനകത്ത് ചുവരിലൂടെ വെള്ളം നനഞ്ഞ് വീട്ടിന് ചുവരിനുള്ളിലൂടെ വെള്ളം പിടിച്ച് അകത്തേക്ക് പോയി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഡാമേജൊക്കെ ഉണ്ടാക്കി ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങളെ നമുക്ക് സൗന്ദര്യം എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല. സൗന്ദര്യം എന്ന് പറയുന്ന സൗന്ദര്യവും അതിൻ്റെ ഫങ്ഷനാലിറ്റിയും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ സ്ട്രക്ചർ നല്ലതായിട്ട് വരും. ഇപ്പം ഇതിനകത്ത് ഒന്നുമില്ല, മോഡേൺ ആർക്കിടെക്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ വാസ്തുശാസ്ത്രത്തെയും കൂടെ സന്നിവേശിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനകത്ത് വാസ്തുശാസ്ത്രത്തിൽ സയൻറ്റിഫിക്കായിട്ട് തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സംഭവം, ഇന്ന മുറി ഇവിടെ ഇരുന്നാൽ, ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഇപ്പം അഗ്നികോണിൽ ബെഡ്റൂം ഇരുന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. റൈറ്റ്, അങ്ങനെയൊന്നും എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയുടെ തത്വം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ അതിന് കുറേയൊക്കെ ഒരു ദാർശനിക തലം കൂടിയുണ്ട്. നമുക്കൊരു സയൻസ് മാത്രമല്ല, അപ്പോൾ ദാർശനിക തലം ഈ അഗ്നികോണും അഗ്നിയും. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന എനർജി അഗ്നികോണിൽ എങ്ങനെയാണ് ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരാളോട് നമുക്കിതിനകത്ത് അയാൾ ആ വാസ്തുശാസ്ത്രത്തെ പറ്റി വറിയണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തെ പറ്റി വറിയുന്ന ആൾ വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ഒരാളോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ്. അപ്പം അങ്ങർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നാൽ എനിക്ക് എന്താ. അപ്പം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചില ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ ചില ഡയറക്ഷൻ ഫേസ് ചെയ്തിരുന്നാൽ അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ രാവിലെ നമ്മളൊരു ടെറസിൻ്റെ മുകളിൽ പോയിട്ട് സൂര്യനെ നോക്കി ഇരുന്നിട്ട് നമ്മളൊരു ധ്യാനം നടത്തുകയാണെന്ന് വെച്ചോ, നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായി വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് സന്ധ്യാസമയത്ത് സൂര്യനെ നോക്കിയിരുന്നാൽ കിട്ടുമോ, അല്ലെങ്കിൽ തിരിഞ്ഞിരുന്ന് ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അതിന് അങ്ങനെ ഇരുന്ന് സൂര്യനോട് നിൽക്കട്ടെ, നമ്മൾ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇരുന്നാലും നമുക്ക് കിട്ടും എന്ന് ചിന്തിക്കുക. ചിലപ്പം അത്തരം അവസ്ഥകൾ ചിലർക്ക് പറ്റുമായിരിക്കാം. ഞാൻ ആരെയും ഒന്നും വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് തിയറി. സൂര്യൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രക്ചറിനെ അലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 എലിമെൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇതാണ് ഈ ചോദ്യം. അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ദർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളുമായി സമരസപ്പെട്ട്, അല്ലെങ്കിൽ സൂര്യനുമായി സമരസപ്പെട്ട് നമ്മളെങ്ങനെ കൃത്യമായി നാച്ചുറൽ എലിമെൻസിനെ കൃത്യമായി കണക്കിലെടുത്തുകൊണ്ട് ഒരു സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള തിയറിയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. വീട്ടിലേക്ക് പണം വരുന്നതും പണം ചിലവാക്കുന്നതും ഒക്കെ വാസ്തുപരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വാസ്തുപരമായിട്ട് കൃത്യമായി വീട് വെച്ചാൽ വീട്ടിലേക്ക് സമ്പത്ത് ഒഴുകിയും എത്തുമോ, വീട്ടിൽ സമ്പത്ത് നിൽക്കുമോ? എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ പൈസ വരുന്നുണ്ട്, പക്ഷെ പൈസ നിൽക്കുന്നില്ല. പൈസ നിൽക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? വാസ്തു എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ശരിക്കും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. എപ്പോഴും വാസ്തുവിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ആയിട്ട് വന്ന കാലഘട്ടം മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ഈ വീട്ടിൽ ധനം നിൽക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം? ധനം നിൽക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധനവരവുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ധനവരവുണ്ടെങ്കിൽ
ധനം നിൽക്കാത്ത അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കിച്ചൺ സൗത്ത് ഈസ്റ്റിലാണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അസറ്റ് ക്രിയേഷനാണ്. സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വന്നാൽ അസറ്റ് ക്രിയേറ്റഡ് ആവുമെന്നാണ്. നിങ്ങളുടെ കിച്ചൺ അഗ്നികോണിലാണെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് ഉണ്ടായി വരും. ഞാനൊരു മാറ്റമില്ല, പൈസ നിങ്ങൾ അസറ്റാക്കി നിങ്ങൾ മാറ്റും. പക്ഷേ നേരെ തിരിച്ചാണ് കിച്ചൺ വരുന്നതെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഫ്ലോയിങ് ഡയറക്ഷനാണ്, വാട്ടർ ഫ്ലോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് എന്താ, പുറത്തേക്ക് വാഷ് ഔട്ടാണ്, നിങ്ങൾക്ക് ചിലവ് കൂടും. അപ്പോൾ ഞാൻ പറയും നോർത്ത് ഈസ്റ്റിൽ കിച്ചണുള്ളവർക്കെല്ലാം ചിലവ് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് അത് തന്നെയാണ് അവസ്ഥ. പിന്നെ പൈസ ചിലവ്, എൻ്റെ ചില ആൾക്കാർ പറയും വാസ്തുവിലൊന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ വാസ്തുവിൽ കൺഫ്യൂഷനുള്ള ചില ആൾക്കാർ പറയും ഇതൊക്കെ വെറുതെ ആളുകൾക്ക് വെറുതെ പൈസ എന്ന് പറയുന്നത് നിൽക്കുമോ, ഇതൊക്കെ ചോദ്യം വെറുതെ സൈക്കോളജിക്കൽ എല്ലാവരുടെയും പ്രശ്നമാണ്, കാശ് കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ അതിസമ്പന്നന്മാർക്ക് പോലും കാശില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു നെഗറ്റീവ് സെൻസിൽ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അതല്ല, നമ്മൾ അത്തരത്തിൽ അതിനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് ഇത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് നമ്മുടെ മനസ്സ് ആദ്യം സജ്ജമാവണം, എങ്കിൽ നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്പെൻഡ് ത്രിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പൈസ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ പൈസ ചിലവാക്കിക്കൊണ്ടേ തന്നെ ഇരിക്കുക. അവിടെ അസറ്റ് ക്രിയേറ്റ് ആവുന്നില്ലെങ്കിൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ബേസിക് സൈക്കോളജി തന്നെ നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ബേസിക് സൈക്കോളജി ഓഫ് മണി മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബേസിക് സൈക്കോളജി ഓഫ് മണി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിങ് സ്പേസ് അതിനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നാണ് വാസ്തു പറയുന്നത്. നമ്മുടെ സൈക്കോളജിയെ സ്വാധീനിക്കുന്നത് നമ്മൾ ലിവിങ് സ്പേസ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കി അറിയാം. ഇപ്പം നിങ്ങളൊരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ഒരു ഇരിപ്പിടത്തിൽ നമ്മൾ ഇരിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിലൊരു ദൈവത്തിൻ്റെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അവസ്ഥയും നിങ്ങളൊരു മരണ വീട്ടിൽ പോയി നിങ്ങളിരുന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊരു മാർക്കറ്റിൽ പോയിരിക്കട്ടെ, മരണ വീട് വിടും, അവിടെ സൈക്കോളജിക്കലി എല്ലാവർക്കും ആ ഒരു വിഷമം നിൽക്കുന്ന അന്തരീക്ഷമാണെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങളൊരു മാർക്കറ്റിൽ പോവുക, മാർക്കറ്റിൽ പോസിറ്റീവ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, നെഗറ്റീവ് ആക്ടിവിറ്റി മാത്രമല്ല. മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നു, പൈസ വരുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്, പോസിറ്റീവ് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. പക്ഷേ അവിടെ നിങ്ങൾക്കിരുന്നാൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾ ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ കാംനെസ് വേണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, അപ്പോൾ അത് നിങ്ങൾ ആ സ്പേസിലേക്ക് നിങ്ങളെ എപ്പോഴും കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നമുക്ക് തിങ്കിങ് പ്രോപ്പറായിട്ട് വർക്കാവണം, നമ്മുടെ ചിന്ത പ്രോപ്പറായിട്ട് വർക്കായാലേ നമുക്കിതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അസറ്റ് ക്രിയേഷനും വാസ്തുവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സൗത്ത് ഈസ്റ്റിലെ കിച്ചൺ എന്ന് പറയുന്ന അസറ്റ് ക്രിയേഷനാണ്. ഇനി എന്താണ്? സ്പെൻഡിങ് എവിടെയാണെന്ന് നോക്കുക. കൂടുതലും കന്നിമൂല തുറന്നു കിടക്കുന്നോ, അപ്പോൾ ധനം പോവും. നോർത്ത് ഈസ്റ്റിൽ ബ്ലോക്ക് ഉണ്ടോ, ധനം വരില്ല. അപ്പോൾ ഇത് വീട്ടിനുള്ളിലേക്ക് മണി വരുന്നതും ഇങ്ങനെയാണ്. മണി ഒരു എനർജിയാണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫോം ഓഫ് കറൻസി അല്ല. ഇപ്പോൾ ഡിജിറ്റൽ എക്കണോമിയിലേക്കും മറ്റ് ട്രാൻസാക്ഷൻ രീതികളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫോം ഓഫ് മണി അല്ല ചിന്തിക്കുന്നത്. മണി ഒരു എനർജിയാണ്. ആ എനർജി നമ്മളിൽ എത്രമാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ആ എനർജി എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം? അപ്പോൾ ഇതിന് ഫുൾ പ്രൂഫ് റൂളൊന്നുമില്ല. ഇതൊരു സെറ്റ് ഓഫ് കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻസിൽ നമ്മളെ അലൈൻ ചെയ്താൽ മാത്രമേ പൈസ വീട്ടിൽ നിൽക്കുകയുള്ളൂ. ആ അലൈൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ദർശനം മുതൽ, വീടിൻ്റെ ഓറിയൻറ്റേഷൻ മുതൽ, വീടിൻ്റെ പൊസിഷൻ, ഓരോ മുറികളുടെ പൊസിഷനിങ് മുതൽ ആക്ടിവിറ്റീസിൽ വരെ നമുക്കുണ്ട്. ആക്ടിവിറ്റീസ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ആക്ടിവിറ്റീസ് എന്താ? നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ജനൽ വെച്ചു, ജനൽ തുറന്നിടുന്നില്ല, അവിടെ നമ്മുടെ ആക്ഷനാണ് പ്രശ്നം. നോർത്ത് ഈസ്റ്റ് ജനൽ വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ തുറന്നിടണം. സൗത്ത് വെസ്റ്റിലൊരു വിൻഡോ കൊണ്ട് വെച്ചിട്ട് സൗത്ത് വെസ്റ്റിൽ വിൻഡോ എപ്പോഴും തുറന്നിട്ടാൽ എന്ത് സമയം തന്നെ ഒഴുകിപ്പോവും പുറത്തേക്ക്. അപ്പോൾ അതാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ആക്ടിവിറ്റീസും നമ്മൾ ശരിയാക്കണം. അലൈൻമെൻറ്റ്, വാസ്തുപ്രകാരമുള്ള ഡിസൈൻ ശേഷം പൊസിഷനിങ് ശേഷം സ്പേസ് ക്രിയേഷൻ ശേഷം ലൈഫ് നമ്മളിൽ കൊണ്ടുവന്ന് ലിവിങ് സമയത്ത് നമ്മളുടെ ആക്ഷൻസ്, നമ്മുടെ കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് അലൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഒരുപാട് എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാനുള്ള മാറ്ററുണ്ട്, നമുക്കത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അസറ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അഗ്നികോൺ കൃത്യമായി ആക്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം വാസ്തു ബാധിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? നമ്മുടെ ആരോഗ്യവും സമ്പത്തും ബന്ധങ്ങളൊക്കെ വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാധിക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. അതായത് ഇപ്പോൾ വാസ്തു കാരണം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടാവുമോ,
അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിന് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമോ, ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കോമൺ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് സംഭവിക്കാവുന്നതാണെന്ന് പറയാൻ കാര്യം, വാസ്തുശാസ്ത്രത്തിൽ ഓരോ എലിമെൻസിന് നമ്മൾ പൊസിഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പം ഇന്ന പൊസിഷനിൽ ഇന്ന മുറി ഇരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ഇന്ന സ്ഥലത്തിരുന്ന് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈശാനമാണ്. അപ്പോൾ ഈശാനത്തിൽ നമ്മളൊരു ടോയ്ലറ്റ് വയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈശാനത്തിൽ ടോയ്ലറ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈശാനത്തിൽ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്? ഈശാനം എന്ന് പറയുന്നത് ദൈവികമായ ഒരു സ്ഥാനം. ഈശാനം ദേവതാസ്ഥാനം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ദേവതയുടെ സ്ഥാനത്ത് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ടോയ്ലറ്റ് വീട്ടിനകത്തൊന്നും കൊടുക്കാറില്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത് വേറൊരു വശമാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. പക്ഷേ ഈശാനത്തിൽ നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ, ഈശാനം എന്ന് പറയുന്നത് നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗം, നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഈശാനം. അപ്പം നോർത്ത് ഭാഗം എന്ന് പറയുന്ന കുബേരൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നോർത്ത് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഒരു ടോയ്ലറ്റ് വന്നാലുള്ള ഫസ്റ്റ് അവസ്ഥയെന്ന് പറയുന്നത്, അവിടെ ടോയ്ലറ്റിൽ എന്താ സംഭവിക്കുന്ന ആക്ടിവിറ്റി? ഫ്ലഷിങ് ഔട്ട്, പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ ബ്ലോക്കിംഗ്, നോർത്ത് ഈസ്റ്റിലേക്കുള്ള പോസിറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് തള്ളുന്നൊരവസ്ഥ, പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയാണ് നമ്മൾ പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഒരു കോണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈശാന കോണ് അല്ലെങ്കിൽ നോർത്ത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, നോർത്ത് ഭാഗത്ത് വരുന്നതും നിങ്ങളുടെ എടുത്ത് പറയണം. ഈശാന കോണിൽ മാത്രം കാര്യം, ഈശാന കോണിലേക്കുള്ളൊരു ഡേഞ്ചറിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ നോർത്ത് ഭാഗത്തും നോർത്ത് ഈസ്റ്റ് ഭാഗത്തും ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരുപാട് കേസ് ടു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് കുബേരസ്ഥാനത്തിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും? കുബേരസ്ഥാനത്ത് കുബേരന് നെഗറ്റീവായിട്ട് നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ കുബേരസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്ന ലോർഡ് കുബേര എന്ന് പറയുന്ന ധനത്തിൻ്റെ ദേവനായതുകൊണ്ട് തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ധനം നമ്മളിലേക്ക് വരുന്നൊരവസ്ഥ അവിടെ കുറയും. ഒന്ന്. രണ്ടാമത്, നോർത്ത് ഈസ്റ്റ് ദേവതാസ്ഥാനമായ അവിടെ മലിനപ്പെടുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ആരോഗ്യം എന്ന് പറയുന്ന വിഷയം പ്രശ്നമാവും. ഈ രണ്ട് കേസും നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് ടോയ്ലറ്റ് വരുമ്പോഴത്തേക്കും സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും നോർത്ത് ഈസ്റ്റിൻ്റെ ടോയ്ലറ്റിൻ്റെ ദോഷം എന്ന ആംഗിളിൽ നമ്മൾ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെൽത്തിനെയും വെൽത്തിനെയൊക്കെ വാസ്തു ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ഒരു സ്ഥാനത്ത് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഈ സ്ഥാനങ്ങൾ തന്നെ തെറ്റാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ദിക്ക് അല്ലെങ്കിൽ ഒരു ദിശ എന്നൊന്നുമില്ല, അത് ഏതും ഒരുപോലെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, വാസ്തുശാസ്ത്രം റെഫർ ചെയ്യുന്നത് സൂര്യൻ്റെ പൊസിഷനാണെങ്കിൽ, സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് വീട്ടിലേക്ക് പ്രകാശം കടന്ന് നാച്ചുറൽ ലൈറ്റ്, വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ ഇൻ ദ ഹൗസ് എന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ AC ഉള്ളൊരു കാലഘട്ടത്തിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഉത്തരമില്ല. കാര്യം AC നമ്മുടെ കംഫർട്ടിന് വേണ്ടി നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റും, ചിലപ്പോൾ പ്രകൃതിയുടെ ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. നമ്മുടെ കൊറോണ വരുന്ന സമയത്തൊരു വൈറസ് ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ നമ്മൾ ഇത്രയും ടെക്നോളജിക്കലി അല്ലെങ്കിൽ മെഡിക്കലി ഒക്കെ നമ്മൾ വളരെ വളരെ മുൻപതിൽ നിൽക്കുന്ന അവസ്ഥയിൽ പോലും ലോകം മൊത്തം അടിയറ പറയുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് നെഗറ്റീവായാൽ അത് ചെന്നെത്തിക്കുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കില്ല കാര്യങ്ങൾ. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ നമ്മൾ പറയാറില്ലേ. നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ ഫോഴ്സുകൾ മാറുന്ന അവസ്ഥയും നിങ്ങൾ നിയർ ബൈ ഫ്യൂച്ചറിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. നിയർ ബൈ ഫ്യൂച്ചറിൽ സംഭവിച്ച കാര്യമാണത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് പോലൊരു വിഡിത്തം വേറെ ഇല്ല. പ്രത്യേകിച്ച് പ്രകൃതിയോട് നമ്മൾ മല്ലിട്ട് നിൽക്കാനൊന്നും പണ്ട് മുതലേ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, പ്രകൃതിയോട് മല്ലിട്ട് നിൽക്കാനാണ് വീട് പോലും ഉണ്ടാക്കി തുടങ്ങിയത്. കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള ആസ്പെക്റ്റ്, ഒരു കംഫർട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റ്, ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ വീടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മല്ലിടുന്ന സമയത്ത് പ്രകൃതിയുടെ താളം തെറ്റാതെ, പ്രകൃതിയുടെ ഒരു ജ്യാമിതി അല്ലെങ്കിൽ ജോമെട്രി
അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ടൈമിങ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 4 മണിപ്പൂവിൻ്റെ കാര്യം പറഞ്ഞു. 4 മണിപ്പൂ കൃത്യമായ ഒരു 4 മണിക്ക് തന്നെ എങ്ങനെ വിടരുന്നു എന്ന് ചോദിച്ചാൽ, സമയം ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സമയം നമ്മളുണ്ടാക്കിയതാണ്. അതുകൊണ്ട് 4 മണിയെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ കൃത്യമായ ആ 4 മണി. അതുപോലെ സീസൺസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പം മാമ്പഴക്കാലം സംഭവിക്കുന്നത്. മാമ്പഴക്കാലം എന്തുകൊണ്ട് ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം അങ്ങോട്ട് തുടങ്ങി പൂത്ത് ഏപ്രിൽ മാസങ്ങൾ കൃത്യമായിട്ട് വരുന്നു? അപ്പോൾ കലണ്ടർ ഉണ്ടായത് അതിന് ശേഷമാണ്. അതുകൊണ്ട് മാമ്പഴക്കാലം കൃത്യമായി റിപ്പീറ്റ് ചെയ്യില്ല ഇന്ന സ്ഥലത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? കാലാവസ്ഥകൾ പോലും മാറുന്നു. ഇപ്പം നമുക്കിപ്പോൾ മൺസൂൺ സീസൺ നമ്മൾ കൃത്യമായിട്ട് ഇടവപ്പാതി പോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇടവപ്പാതി നേരത്തെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് പ്രകൃതിക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സുകളെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പണ്ടൊക്കെ ആളുകൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈല്, അപ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും തരണം ചെയ്യാൻ. അന്നും ഇപ്പോൾ ഈ പറഞ്ഞ പകർച്ചവാദിയും കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് എല്ലാ കാലത്തും മനുഷ്യനെല്ലാം ഫൈറ്റിങ്ങാണ് ഇത്തരം കാര്യങ്ങളിലോട്. നമ്മൾ ഈ പറയുന്നത് വെച്ചാൽ, ഈ വാസ്തുശാസ്ത്രം നിങ്ങളുടെ ഹെൽത്തിന്, ഞാൻ ആ ചോദ്യം അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹെൽത്തിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കും, വെൽത്തിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. അപ്പോൾ അത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്തും വെൽത്തും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, റിലേഷൻ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കുന്നു. ആ സ്പേസിൽ നമ്മളിപ്പം 2 സ്ഥലത്ത് ജനിച്ച് വളർന്ന 2 രീതിയിൽ 2 വീടുകളിൽ ജനിച്ച് വളർന്ന ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് വന്ന് താമസിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. വിവാഹം എന്ന് പറയുന്നത്, അതിനുശേഷം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നു വെച്ചോളൂ. അപ്പം അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹാർമണിയുണ്ട്. ആ ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സും മറ്റേ ആളുടെ തോട്ട് പ്രോസസ്സും തമ്മിൽ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി വരും, പരസ്പരം മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന പ്രോസസ്സ്, ഇപ്പം ഇത് വ്യക്തിബന്ധങ്ങളിലെല്ലാം ഇത്തരം പ്രോസസ്സുകൾ ഹിഡനാണ്. വ്യക്തിബന്ധങ്ങളിലെല്ലാം നമ്മൾ ആ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്, അത് ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ നോളജ് ആർജിക്കുന്നു എന്ന് വെച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കില്ല, പ്രകൃതിയിലൊരു നോളജ് സെൻറ്ററുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സെൻസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ആ സെൻസ് ചെയ്ത് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് ആ അറിവ് ദൈവമായിട്ട് തരുന്നു എന്ന് നമ്മൾ പറയും. അത് മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ആരും ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. പല കാര്യങ്ങളും അത് ചെയ്യുന്നത് പ്രകൃതിയുമായിട്ട്, അത് ആ ഒരു നോളജ് സെൻറ്ററിൽ നിന്ന് നോളജ് ആക്ച്വലി കിട്ടുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ നോളജ് സെൻറ്റർ മറന്നുപോയി. അത് മറന്നിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗാഡ്ജറ്റ്സിനെയും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ ഒരു കാലഘട്ടം പറഞ്ഞ്, ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ലൈബ്രറിയിൽ കുത്തിയിരുന്ന് ബുക്കുകൾ, ഇപ്പോൾ വേറൊരാൾ പരീക്ഷ സമയമാണെങ്കിൽ വേറൊരാൾ ബുക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ആളെടുത്ത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും ബുക്കിന് വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിൽ ഉള്ള കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നിമിഷം നമ്മുടെ ഫിംഗർ ടിപ്സിൽ എന്ത് നോളജും കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു, ടെക്നോളജി വളർന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നു. എന്ത് ഇൻഫർമേഷനാണ് നമ്മളിലേക്ക് കൊടുക്കുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ടോട്ടലി നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾസുമായി ബ്ലെൻഡ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുമ്പോൾ, നേച്ചർ എന്താണെന്ന് അറിയുന്ന ഒരാളിന് മാത്രം, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇതായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രമേ വാസ്തുശാസ്ത്രം മനസ്സിലാവുകയുള്ളൂ. ഇതിനൊരു പേടിയിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോൾ, എനിക്ക് ചില ആൾക്കാരുണ്ട് കൺസൾട്ടിങ്ങിനൊക്കെ വന്നിട്ട് അവർ നമ്മളിതിൽ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒരു 10 നിർദ്ദേശം കൊടുത്തു എന്ന് വെച്ചോളൂ. 10 കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങും. 10 കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വിളിച്ച് ചോദിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ചെയ്തു, ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ട്? ഇവർക്ക് തൃപ്തി വരുന്നില്ല. ഇത് ചെയ്തു തീർന്ന ഈ പ്രശ്നങ്ങൾ മാറി എന്ന അവസ്ഥ വരെ. ഞാനപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുമായിരുന്നു, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തൂ, ഒരു ചേഞ്ച് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ആ 10 ചേഞ്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെയും നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോവാതെ പണി നിർത്തി വീടിനെ പ്രകൃതിക്ക് സമർപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പാല് കാച്ചെന്ന് പറഞ്ഞാൽ ചടങ്ങിൽ എന്താ നടക്കുന്നത്? വീടിനെ പ്രകൃതിയിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ലൈഫിനെ, കംഫർട്ടബിൾ ലൈഫിലേക്ക് നമ്മൾ വരാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീടിനെ പ്രകൃതിയിലേക്ക്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് പല ഇഷ്യൂസ് ഉണ്ടാകും. നമ്മളതെല്ലാം ചെയ്ത് ഒരു സ്പേസ് ഡിഫൈൻ ചെയ്ത് അതിന് പാല് കാച്ചി സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ സമർപ്പണം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ ബെനിഫിറ്റ് പിന്നെയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ അനുവദിക്കണം. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ചില ആളുകളുണ്ട് പണി ഒരിക്കലും നിർത്തില്ല വീട്ടിൽ. ഇപ്പോൾ ഒരു വീട് വയ്ക്കും, അത് പൈസ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ചിലർക്കൊരു മാനസികമായിട്ട് എപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്തിലേക്ക് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റാം, ചുമ്മാ ഇരിക്കുമ്പോൾ ഒരിടത്ത് ഇന്ന് ശരി ഇവിടെ നിന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റാം,
ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇൻറ്റീരിയർ മാറ്റും, അല്ലെങ്കിൽ ടൈൽസ് മാറ്റും, അല്ലെങ്കിൽ ടോയ്ലറ്റ് മാറ്റും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ തോട്ടൊക്കെ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രത്തിൽ ആ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വീടിൻ്റെ പണി തീരാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാരണം കൃത്യമായി വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മരണച്ചുറ്റെന്നും വാർദ്ധക്യാവസ്ഥ എന്നൊക്കെ വീടിന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരിക്കലും പണി തീരാത്ത ചില വീടുകളെ ശ്രദ്ധിച്ചാൽ അറിയാം അത് മരണച്ചുറ്റിലായിരിക്കും, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കും. ഒരിക്കലും ഡിമാൻഡിങ് ദ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ഡിമാൻഡിങ് ന്യൂ വർക്ക്, അല്ലെങ്കിൽ അഡിഷൻസ്, ഡിമോളിഷൻ, ഡിലീഷൻസ്, കട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ വാസ്തുശാസ്ത്രത്തിനെ ബാധിക്കുന്നു, അല്ല നമ്മുടെ ലൈഫിനെ വാസ്തുശാസ്ത്രം ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹെൽത്തും വെൽത്തും അതുപോലെ റിലേഷൻഷിപ്പിനെ എല്ലാം വാസ്തുശാസ്ത്രം ബാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് താമസിക്കുന്നത് ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളിലാണ്. അപ്പാർട്ട്മെൻറ്റുകളിൽ വാസ്തു നോക്കാൻ പറ്റുമോ? അപ്പാർട്ട്മെൻറ്റിൽ വാസ്തു നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യമാണ്. കാര്യം ഒരുപാട് അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം ഒരുപാട് പേര് അനുഭവിക്കുന്ന ചില ഒരു മാനസിക പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് വാസ്തു പ്രകാരമാണോ ഇത് നോക്കാൻ പറ്റുമോ, വാസ്തുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ നോക്കണോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോൺ സ്ട്രക്ചറൽ വാസ്തു റെമഡീസ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നോൺ സ്ട്രക്ചറൽ വാസ്തു റെമഡീസ്, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു ബിൽഡർ ചെയ്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് സ്ട്രക്ചറലായിട്ടുള്ള ആൾട്ടറേഷൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വാസ്തു റെമഡി നിങ്ങൾക്ക് പോസിബിൾ അല്ല. അതൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഡയറക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പറ്റും. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇന്ന സ്ഥലം, ഇന്ന സംഭവം ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിൻ്റെ ജനലിപ്പുറത്ത് വരണം, വാതിലിപ്പുറത്ത് വരണം, പോസിബിൾ അല്ല. അപ്പോൾ ഒരു ബിൽഡേഴ്സ് ചിലപ്പം വാസ്തുവിൽ വിശ്വസിക്കുന്ന ബിൽഡേഴ്സ്, അല്ലെങ്കിൽ വാസ്തുവിൽ പ്രാധാന്യം കൊടുക്കുന്ന ബിൽഡേഴ്സ് ചിലപ്പോൾ അവർ അതിന് എല്ലാ ഫ്ലാറ്റുകളും വാസ്തു ബേസ് ചെയ്തായിട്ടാണെന്ന രീതിയിൽ അവർക്ക് ചെയ്തെടുക്കുക. ഡിസൈൻ പേഴ്സിൽ വളരെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അതൊരു മാർക്കറ്റിംഗ് എലിമെൻറ്റിന് വേണ്ടിയിട്ടൊരു വാസ്തുവിനെ ഒരു ഭാഗമാക്കുക എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. കാര്യം നമുക്കൊരു ഇത് എല്ലാവർക്കും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്പേസിൽ നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കാര്യം. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് നമുക്ക് ഗുണം ചെയ്യുന്നവർക്ക് അത് ഗുണം ചെയ്തോട്ടെ. ഒന്ന്, മെയിൻ ഡോറിൻ്റെ പൊസിഷൻ ചിലപ്പോൾ ബിൽഡർ തരുന്നത് നമുക്കൊന്നും മാറ്റാൻ പറ്റും. പക്ഷേ മെയിൻ ഡോറിൻ്റെ ഭാഗത്ത് അധികം ക്ലട്ടർ വരാതെ നല്ല ലൈറ്റ് വരുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതും, ഇപ്പം നമ്മൾ നെയിം പ്ലേറ്റ് വയ്ക്കുമ്പോൾ നെയിം പ്ലേറ്റ് നല്ല ഗോൾഡൻ കളറിൽ വയ്ക്കുക. അതുപോലെ ഓം, സ്വസ്തികം പോലുള്ള സിമ്പലുകൾ കൂടുതൽ ഫ്ലാറ്റിൻ്റെ ഡോറിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ ഡോറിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കിച്ചൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന്, ഇപ്പം സൗത്ത് ഈസ്റ്റിലായിരിക്കും മിക്കവാറും എല്ലാവരും കിച്ചൺ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഫ്ലാറ്റിലും, എല്ലാ അപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ ഒരു യൂണിറ്റ് ഒരു 10-100 ഫ്ലാറ്റൊക്കെ ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കിച്ചണും സൗത്ത് ഈസ്റ്റിൽ വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഐഡിയോളജി തന്നെ നമ്മൾ വിട്ട് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വാസ്തുവിനെ നോക്കിക്കാണരുത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇപ്പോൾ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വരുന്ന അപ്പാർട്ട്മെൻറ്റ് നല്ലത്. സൗത്ത് ഈസ്റ്റിലല്ല കിച്ചൺ വരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ സൗത്തിലോട്ടോ വെസ്റ്റിലോട്ടോ ഫേസ് ചെയ്തൊന്ന് കുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് കിച്ചൺ കിട്ടിയില്ല എന്നുള്ള കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് വെസ്റ്റിലായി പോകാം നിങ്ങളുടെ കിച്ചൺ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും വെസ്റ്റിലോട്ടും സൗത്തിലോട്ടും തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കുറയ്ക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ബെഡ്റൂമിൻ്റെ പൊസിഷനാണ്. ബെഡ്റൂം നമ്മളെല്ലാം അറിയാം. സൗത്ത് വെസ്റ്റിൽ നമുക്ക് ബെഡ്റൂം ഏറ്റവും നല്ലത്, നോർത്ത് വെസ്റ്റിൽ നല്ലതാണ്. മറ്റ് കോണുകളിലൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. തല എന്ന് പറയുന്നത് കൃത്യമായിട്ട് സൗത്തിൽ വെച്ച് കിടക്കാൻ നോക്കുക. ആ കാര്യത്തിലെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും നമ്മൾ പറയില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ എന്ന് ഈ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിക്കലി പറയുന്നൊരു കാര്യമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ പറ്റി ഒരുപാട് ബോധറിയുന്നതും തെറ്റാണ്. അതിപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റേത് കാര്യത്തിലായാലും ശരി, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട്, ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഒരു കാര്യമാണ് തലവയ്ക്കുന്ന സ്ഥാനം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തലവയ്ക്കുന്ന സ്ഥാനം കൃത്യമായി സൗത്തിൽ കൊടുക്കൂ. അപ്പോൾ അത്രയും ഒരു പ്രയോജനം ഉണ്ടാവുമല്ലോ. പിന്നെ വരുന്നത് ടോയ്ലറ്റിൻ്റെ പൊസിഷനാണ്. അപ്പോൾ അതും ടോയ്ലറ്റിൻ്റെ പൊസിഷനിൽ നമ്മൾ അഥവാ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് സോൾട്ട് വയ്ക്കുക ഒരു ബൗളിൽ.
അതുപോലെ തന്നെ കണ്ണാടി വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പറയും, എന്നെ കൺസൾട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ കറക്ഷൻസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ഥാനങ്ങളിൽ തെറ്റിയിരിക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നേ. പിന്നെ പൂജാ റൂമിൻ്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞില്ല, ഒരു വലിയൊരു സംഭവമാക്കി മാറ്റണ്ട. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളതിനെ നോർത്ത് വാളിലോ ഈസ്റ്റ് വാളിലോ നിങ്ങളുടെ സൗകര്യം പോലെ അപ്പാർട്ട്മെൻറ്റിൽ എല്ലായിടത്തേക്കും ആക്സസ് വരുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും ദൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വരുന്ന രീതിയിലൊരു പൂജാമുറി കൊടുക്കൂ, അല്ലെങ്കിൽ പൂജാ സ്പേസ് കൊടുക്കൂ. പൂജാമുറി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വേണ്ട, മനസ്സിലായില്ലേ? പൂജാ സ്പേസ്, അല്ലെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷൻ സ്പേസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മുറിയെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് മെഡിറ്റേഷൻ സ്പേസ് ആക്കി മാറ്റും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു എനർജൈസിങ് സെൻറ്റർ ആയിരിക്കണം അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. പിന്നെ മിറേഴ്സും കളേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള വാസ്തു കറക്ഷൻസ് നമുക്ക് ഫ്ലാറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്പേസിനകത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് കവിഞ്ഞ അപ്പാർട്ട്മെൻറ്റ് വാസ്തുവിന് ശരിയാക്കാൻ നടക്കുക എന്നുള്ള രീതിയിൽ, അങ്ങനെ അല്ലെങ്കിൽ വാസ്തു കറക്റ്റായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ പോകാമെന്ന രീതിയിലൊന്നും നടക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും അതിൻ്റെ ലൊക്കേഷനായിരിക്കും. ആ ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ എപ്പോഴും ലൊക്കേഷൻ സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് ഭാഷയിൽ പറഞ്ഞ ലൊക്കേഷൻ സെൽസ് എന്ന് പറയും. അപ്പം ആ ലൊക്കേഷനായിരിക്കും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രോപ്പർട്ടിക്ക് വാല്യൂ കൂടാൻ മാത്രമല്ല, അപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ എടുക്കുമ്പോൾ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാത്ത സ്ഥലത്തൊരു അപ്പാർട്ട്മെൻറ്റ് ചെയ്ത് ആരും വാങ്ങിക്കില്ല. അപ്പോൾ അത് എത്ര വാസ്തുപരമായിട്ട് കറക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മാർക്കറ്റിംഗ് എലിമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലൊക്കേഷനാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വാസ്തു സ്പേസിലേ താമസിക്കുള്ളൂ വാശി പിടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയുള്ളൂ. പക്ഷേ ഇതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഈ വാസ്തു ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഈ എന്താണ് ഈ വാസ്തു ശരിയല്ലാത്ത അവസ്ഥ എന്താണ് വാസ്തുവിൽ സ്ഥിരമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കോമൺ മിസ്റ്റേക്സ്, അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ, നമ്മൾ എന്ത് തെറ്റൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? നമുക്ക് പല തെറ്റുകളും ചെയ്ത് പോകുമ്പോഴാണ് പലപ്പോഴും തെറ്റുകൾ അറിയുന്നത്. പിന്നെ തെറ്റുകൾ ഒഴിവാക്കാൻ, ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് തെറ്റുകൾ, ഇപ്പോൾ ഞാനൊക്കെ സാധാരണ ഇതൊരു എല്ലാ പ്രോജക്റ്റുകളിലും ലെസൺസ് ലേൺഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം വയ്ക്കുകയും അതിനകത്ത് നമ്മൾ ഈ പ്രോജക്റ്റിൽ നിന്ന് എന്ത് പഠിച്ചു, അല്ലെങ്കിൽ എന്ത് തെറ്റ് നമ്മൾ ചെയ്തു, ആ തെറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ആ തെറ്റ് ഫർദർ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ പ്രൊഫഷണൽ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വാസ്തുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന തെറ്റെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ പ്രാക്ടിക്കൽ വാസ്തു ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഒന്ന്, ഈ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റാണ്. ഡോറിൻ്റെ പ്ലേസ്മെൻറ്റ് പലരും തെറ്റിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൗത്ത് വെസ്റ്റിലൊക്കെ കൊണ്ട് ഡോർ വയ്ക്കുന്നവരുണ്ട്, സൗത്ത് വെസ്റ്റ് സെക്ടറിൽ കൊണ്ട് ഡോർ വയ്ക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയാണ് അതിൻ്റെ റീസൺ എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റ് ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥയുണ്ട്. ടോയ്ലറ്റിൻ്റെ പൊസിഷൻ പലപ്പോഴും പലരും ചെന്ന് നോർത്ത് ഈസ്റ്റിൽ കൊണ്ട് വച്ച് ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കൊണ്ട് വച്ച് പോയിട്ട് പിന്നെ കിടന്ന് അയ്യോ അങ്ങനെ ആയിപ്പോയെന്ന് വിലപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ അടുത്ത് വയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും നോർത്ത് ഈസ്റ്റിലൊക്കെ വരുന്ന അവസ്ഥ അത് ശ്രദ്ധിക്കണം, ടോയ്ലറ്റിൻ്റെ പൊസിഷൻ. പിന്നെ വരുന്നത് കിച്ചൻ്റെ കാര്യമാണ്. കിച്ചണിൽ എപ്പോഴും ഞാൻ പറയും അഗ്നികോണാണ് കിച്ചണിൻ്റെ ഏറ്റവും നല്ല സ്ഥാനമെന്ന് പറയും. ഇതിപ്പോഴും ചിലർ ചോദിക്കും നോർത്ത് ഈസ്റ്റ് അല്ലേന്ന് ചോദിക്കും. കേരള വാസ്തുവിൽ മനുഷ്യാലയ ചന്ദ്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നോർത്ത് ഈസ്റ്റും കൂടെ അല്ലേന്നാണ്. അപ്പം ഞാൻ പലപ്പോഴും നോർത്ത് ഈസ്റ്റിനെ ഒരു തെറ്റായ പൊസിഷൻ എന്ന് പറയാറില്ല. പക്ഷേ വടക്കോട്ടൊക്കെ വാസ്തു നോക്കുന്ന ഒരുപാട് ആൾക്കാർ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ വരുന്നതിന് വലിയൊരു ദോഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വന്നതൊന്നുമല്ല. വാസ്തുശാസ്ത്രത്തിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത്. മനുഷ്യാലയ ചന്ദ്രിക എന്ന ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രചാരത്തിലിരുന്നത് അതായതുകൊണ്ടും, പിന്നെ കേരളത്തിൻ്റെ മൺസൂണിനനുസരിച്ചും കേരളത്തിൻ്റെ കിണറിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കേരളത്തിൽ കിച്ചൻ്റെ തൊട്ടടുത്ത് വേണമെന്നുള്ള നിർബന്ധം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് സ്ത്രീകൾക്ക് സൗകര്യാർത്ഥം നമ്മുടെ ഒരു കൾച്ചറിനകത്ത് സ്ത്രീകൾക്ക് പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ടും
ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തതാണ് അന്നത്തെ കാലത്ത് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെയല്ല. കിച്ചണിൽ ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ലല്ലോ. ഇപ്പോഴെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കിച്ചൺ എന്ന് പറയുന്ന വീട്ടിലെ കിച്ചൺ സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ല ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും ഈക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗം മുമ്പ് അതിന് കൂടുതലും കുക്കിംഗ് പ്രോസസ്സിലേക്ക് ആണുങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടമാണിതിപ്പം. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൺ ഒരു പ്രൈവറ്റ് സ്പേസ് എന്നുള്ള ആംഗിളിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. കിച്ചൺ എന്ന് പറയുന്നത് എപ്പോഴും വിസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ കിച്ചൺ കാണണമെന്ന് പറഞ്ഞാൽ കിച്ചൺ പോയി കാണിക്കുക. കിച്ചൺ ഏറ്റവും വൃത്തിയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി കിച്ചൺ കാണണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം പറഞ്ഞാൽ അത് വൃത്തിയുള്ള സ്ഥലത്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അറിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കിച്ചൻ്റെ കേസിലും ഇതുപോലെ പൊസിഷൻ പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. പലരും ചെയ്തു വയ്ക്കുന്ന കിച്ചൻ്റെ പൊസിഷൻസ് തെറ്റാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇപ്പം ഞാൻ സ്ഥിരമായി കാണുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ പൊസിഷനാണ്. നോർത്ത് ഈസ്റ്റിലൊക്കെ കൊണ്ട് സ്റ്റെയർ കേസ് വയ്ക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വാസ്തുവിൽ അനുവദനീയമായ കാര്യമല്ല നോർത്ത് ഈസ്റ്റിൽ സ്റ്റെയർ വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റെയറിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. തെക്കോട്ടും പടിഞ്ഞാറോട്ടും മാക്സിമം നമ്പർ ഓഫ് റൈസ് വരുന്ന രീതിയിൽ അതൊക്കെ പല വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കത് ലേൺ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പം ഇത് നോർത്ത് ഈസ്റ്റിൽ ഒരിക്കലും സ്റ്റെയർ കേസ് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ കട്ട്സ് വരുന്നത് അത് കൂടുതൽ നല്ലൊരു മിസ്റ്റേക്ക്, എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നൊരു മിസ്റ്റേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഈശാനം മുറിഞ്ഞു കിടക്കുക, കന്നിമൂല മുറിഞ്ഞു കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള മുറിവുകൾ വരുന്നത് അതൊരു വാസ്തു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അത് എന്താണ് അതിൻ്റെ നമ്മളെടുക്കുന്ന ആരൂഢത്തിന് മുറിയാൻ പാടില്ല. ആരൂഢത്തിന് പുറത്തേക്ക് വരുന്ന പ്രൊജക്ഷൻസിന് വേണമെങ്കിൽ നമുക്ക് മുറിയാം. പക്ഷെ കഴിയുന്നതും കണ്ടംപററി മോഡൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ ആരൂഢത്തിൻ്റെ കോൺസെപ്റ്റിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ടർ ടാങ്കിൻ്റെ പൊസിഷൻ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പോൾ മിസ്റ്റേക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വരുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷണൽ മിസ്റ്റേക്കാണ്. അതായത് റോഡിന് പാരലായിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീടിന് പാരലായിട്ടൊക്കെ വയ്ക്കുന്ന രീതിയിൽ വീടിനെ വയ്ക്കുക എന്ന സംഭവം ചെയ്യുമ്പോൾ ഡയറക്ഷൻ തെറ്റിപ്പോവും. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിധിക്കായി മാറും. ദിക്ക് ഒരു 10-20 ഡിഗ്രി മാറിയാണ് നിൽക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് വീടിനെ ഓറിയൻറ്റ് ചെയ്ത് ആ ദിക്കിൽ നിന്ന് വിധിക്കിൻ്റെ ഒരു ഇത് എത്ര ഡിഗ്രിയാണെന്നുള്ളത് കുറയ്ക്കുക. നമ്മൾ 10-20 ഡിഗ്രിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നമ്മളതിനെ ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെ ഓറിയൻറ്റേഷൻ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഫ്രം ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ.